ശരിക്കും ആനയ്ക്ക് പകയുണ്ടോ? നമ്മളിപ്പോൾ ഒരു ആനയിൽ ഒരു വർഷക്കാലം താമസിച്ചു. ഈ ആനയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചില ആനകൾ മറക്കില്ല. ചില ആനകൾ അതല്ല. ദൂരെ കണ്ടു കഴിയുമ്പോഴേ ഓടിക്കും. മറക്കുകയും ചെയ്യും, ഓടിക്കുകയും ചെയ്യും. അയാളെ തരത്തിന് കിട്ടിയാൽ ആക്രമിക്കുകയും ചെയ്യും. വേദനിപ്പിച്ചത് ഓർത്തിരിക്കുന്ന വേദനിപ്പിച്ചത് ഓർത്തതല്ല, നമ്മൾ കൊണ്ടു നടന്ന് നമ്മൾ മാറിക്കഴിഞ്ഞല്ലോ. മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെന്നില്ലെങ്കിൽ അത് ചെയ്യും, ഉറപ്പാ. ചില ആനകൾ ചെയ്യും, ചിലത് ചെയ്യില്ല, ചിലത് മറക്കത്തേയില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ചെന്നാലും മറക്കില്ല. ഒരാനക്കാരനും വേണ്ട, മേടിച്ച് തിന്നും, ഒരാളെ ഒന്നും ചെയ്യില്ല. ചില ആനകൾ അതല്ല, വാങ്ങി തിന്നുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അവന് അന്നേരം കൊടുക്കും. ചില ആനകൾ അതല്ല, കൊണ്ടുചെല്ലുമ്പോഴേ കൊടുക്കും. അങ്ങനെയൊക്കെ പല സ്വഭാവ രീതികളുള്ള ആനകളുണ്ട്. ഒരാനക്കാരൻ നിൽക്കയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത ആനകളുമുണ്ട്. ഈ കൊല്ലം ഇവിടെ ഒരു ആന വന്നാൽ അടുത്ത വർഷം ഒരു കൊല്ലം കഴിഞ്ഞാത്തൊക്കെ റോഡിൽ വന്നാൽ ഇവിടോട്ടാണെന്ന് തിരിയുവാന നല്ല നിശ്ചയമാണ്. അതിനൊന്നും ഒരു മറവിയില്ല. ചില ആനകളെ മതപ്പാട് ഒലിച്ചതിന് ശേഷം കെട്ടാം. ചിലതിനെ ഒഴിവാകുന്നതിന് 10 ദിവസം 15 ദിവസത്തേക്ക് മുമ്പേ കെട്ടണം. ഈ മതപ്പാടിൻ്റെ ആരംഭഘട്ട കാലമൊക്കെ ഇത് കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കി ആനക്കാരൻ അതിനെ ബന്ധവസായിട്ട് കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാം. അതിൻ്റെ ശരീരത്തിനും കേടില്ല, നമുക്കും കേടില്ല, നാട്ടുകാർക്കും കേടില്ല. ആനപാൽ ചോദിച്ചു വരുന്ന ആളുകളുണ്ടോ? ഒരുപാട് ആൾക്കാർ ചോദിക്കും. ഞാൻ പറയും തരാമെന്ന് പറയും, പക്ഷെ കൊടുക്കത്തില്ല. ഇപ്പോഴും ആനപ്പറമ്പിൽ ഈ ആനപാൽ ചോദിച്ചു വരുന്ന ആളുകളുണ്ടോ? മറ്റേ ആനപാൽ കിട്ടി കഴിഞ്ഞാൽ ധൈര്യം വരും എന്നൊക്കെയുള്ള ഇതിൽ ആനപാൽ ചോദിച്ചു വരുന്ന ആളുകളുണ്ടോ? ഒരുപാട് ആൾക്കാർ ചോദിക്കും, ഒരുപാട് ആൾക്കാർ ചോദിക്കും. കൊടുക്കാമെന്ന് പറയും, കൊടുക്കത്തില്ല എന്ന് ഒരാളോടും ഞാൻ പറയില്ല. അല്ല, എൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, മറ്റുള്ള ഒരാളിൻ്റെ കാര്യമല്ല, എൻ്റെ കാര്യമാണ്. ഞാൻ പറയും തരാമെന്ന് പറയും, പക്ഷെ കൊടുക്കത്തില്ല. നയതന്ത്രം എനിക്കിഷ്ടായി. കൊടുക്കത്തില്ല എന്ന് പറയത്തില്ല, തരില്ല എന്ന് ഞാൻ പറയത്തില്ല. അത് അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കൊണ്ട് കെട്ടിക്കഴിയുമ്പോൾ എന്നാണ് അത്ര ആൾക്കാരൊക്കെ എനിക്ക് മോശമാണ് കണ്ടാൽ, അങ്ങനെ അവരെ സോൾവ് ചെയ്തങ്ങ് വിടും. അല്ലാതെ അവർക്കൊരു വിരോധം ഉണ്ടാക്കുന്ന തരത്തിൽ കട്ടാൻ റേറ്റായിട്ട് അയ്യോ ഞാൻ തരത്തില്ല എന്ന് പറയില്ല. ഈ ആനപാൽ അങ്ങനെ കൊടുത്തത് ആനയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്? ഒരിക്കലും അത് പാടില്ല. ശരിക്കും ഇതിനൊരു അഴകോടുകൂടി ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരു പൂരപ്പറമ്പിൽ പോയാൽ പല ആനകളെയും നമ്മൾ കാണുമല്ലോ. ചിലതിൻ്റെ വാല് പകുതിയെ കാണത്തുള്ളൂ. അതൊക്കെ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ട് മുറിഞ്ഞു പോകുന്നതാണ്. ചിലപ്പോൾ ആനകൾ കടിച്ചിട്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറിട്ട് കെട്ടിയിട്ട് ഇത് ചിലതൊക്കെ വലിക്കും, വാലിനടിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളത് മുറിഞ്ഞു പോകാം. മുറിയാത്ത വാലുകൾ, രോമമുള്ള വാലുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അതൊരു പ്രത്യേക അഴകല്ലേ. അത് വീശി അതിനെ ഈച്ച ഓടിക്കാനും അതുപോലെ അതിൻ്റെ ദേഹത്ത് തടകാനും ഇതിൻ്റെ ഇരിക്കസ്ഥാനത്ത് വരെ ആ വാല് എത്തും. ഇതിൻ്റെ ഇരിക്കസ്ഥാനത്ത് വരെ എത്തുന്ന വാലുകളുണ്ട് ആനകളുടെ. അതായത് നിലത്ത് കിടന്ന് മുട്ടുന്ന വാല് ഇരിക്കസ്ഥാനത്ത് വരെ എത്തും. അത് ഈ വാല് വളച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇരിക്കസ്ഥാനത്ത് കോലം പിടിച്ചിരിക്കത്തില്ലേ, ആ ആളിൻ്റെ പുറത്ത് വരെ ഈ വാലെത്തും. അത് അപ്പം പാലിന് നീളം വേണം, അല്ലേ എത്തില്ല കേട്ടോ. അപ്പൊ ആനപാലാരും ചോദിക്കരുത്. ചോദിക്കാത്തവരാരുമില്ല, ആഗ്രഹിക്കാത്തതും ആരുമില്ല. ഈ ആന ശരിക്കും ഒരു വന്യമൃഗമാണല്ലോ. ശരിക്കും ആനയ്ക്ക് മനുഷ്യരോട് സ്നേഹമുണ്ടോ? ആനയ്ക്ക് ശരിക്കും ആനയെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമോ? ആനയെ നമ്മുടെ ശിക്ഷണത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ശീലങ്ങളാണ് അത് പഠിക്കും. പഠിപ്പിച്ചാലും പഠിക്കും, എന്ത് പഠിപ്പിച്ചാലും പഠിക്കും. യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. എന്ത് പഠിപ്പിച്ചാലും അറിവുള്ള ആനക്കാരൻ എന്ത് പഠിപ്പിച്ചാലും കൃത്യമായിട്ട് പഠിക്കും, കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. അത് ആരോട് സ്നേഹമില്ലായ്മ ഒന്നുമില്ല. പക്ഷേ ചില ആനകൾക്ക് ഇപ്പം ബ്രാഹ്മണ, ക്ഷത്രിയ, വംശ, ശൂദ്ര, മനുഷ്യനുണ്ട്, മൃഗങ്ങളുമുണ്ട്. എല്ലാത്തിൻ്റെ അടുക്കലും ഒരേപോലെ പറ്റില്ല. ഒരാൾ ഒരു സാധനം കൊണ്ട് കൊടുക്കുക, ചിലത് ഒരാനക്കാരനും വേണ്ട, മേടിച്ച് തിന്നും, ഒരാളെ ഒന്നും ചെയ്യില്ല. ചില ആനകൾ അതല്ല, വാങ്ങി തിന്നുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അവന് അന്നേരം കൊടുക്കും. ചില ആനകൾ അതല്ല, കൊണ്ടുചെല്ലുമ്പോഴേ കൊടുക്കും. എനിക്ക് നീ വരുന്നത് ഇഷ്ടമല്ല, ആളില്ലാതെ ചെല്ലുന്നത് ഇഷ്ടമല്ല എന്ന് കാണിക്കുന്ന ആനകളുണ്ട്. ചില ആനകൾ കാണിച്ചിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ്. ചില ആനകൾ അതല്ല, കണ്ണു അടച്ചങ്ങനെ നിൽക്കും, കൊണ്ടുവന്ന് കൊടുക്കും, മേടിച്ച് തിന്ന് ചപ്പ കൊടുക്കും. അങ്ങനെയൊക്കെ പല സ്വഭാവ രീതികളുള്ള ആനകളുണ്ട്. ഒരാനക്കാരൻ നിൽക്കയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത ആനകളുമുണ്ട്. ആ ആനക്കാരനെ അനുസരണയോടുകൂടിയും ആനക്കാരൻ്റെ ചിട്ടവട്ടം അനുസരിച്ച് നിൽക്കുന്ന ഒരുപാട് അനവധി ആനകളുണ്ട്.
പക്ഷെ ആനക്കാർ ഇതെന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പം ഒരു ആനക്കാരനെ അങ്ങ് മാറ്റും. ഉം. അതൊരിക്കലും ഒരു ഭൂഷണമല്ല. ഒരു ആനയുടെ ആയുസ്സിനോ അല്ലെ അതിൻ്റെ പിന്നെ ഹെൽത്തിനോ ഒന്നും ഒരു ഗുണകരമല്ല. ഒരു ആനക്കാരനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഗുണമല്ല. ആനയ്ക്ക് ഗുണമല്ല, ആ സ്ഥാപനത്തിന് ഗുണമല്ല, ഉടമസ്ഥന്മാരുണ്ട് അവർക്കും ഗുണമല്ല, ഉം. നാട്ടുകാർക്ക് അതിനേക്കാൾ ദോഷമാകും. അതൊരിക്കലും പാടില്ലാത്ത ഒരു കാര്യം. നല്ലൊരു ആനക്കാരനാണെങ്കിൽ എങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ആരും ഇപ്പോൾ വെള്ളമടിച്ച് മദ്യപിച്ച് ഇപ്പോൾ പൂരപ്പറമ്പിലൊന്നും അങ്ങനെ കൂടുതലൊന്നും പോകാറില്ല ഉം. എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉം. ഉം. അത് കഴിഞ്ഞിട്ട് കഴിക്കുമായിരിക്കാം, ഉം. അത് അവരുടെ സ്വന്തം താല്പര്യങ്ങളാണ്. പക്ഷേ എഴുന്നള്ളിപ്പ് സ്ഥലത്ത് മദ്യപിക്കുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് കൊണ്ട് ആനയെ കൊണ്ടുപോകുന്നതോ ഒന്നും ഒരു ഭൂഷണമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ അതാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വിശ്വസിച്ച് അവിടെ വരുന്ന ജനങ്ങളെ മുഴുവൻ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണ് ഈ ആനക്കാർ. അവിടെ ഒരു കോലാഹലം ഉണ്ടാക്കി, ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അനവധി ആൾക്കാർക്ക് ആ പരിക്ക് പറ്റും. വെറുതെ ഓടി വീണ് പരിക്ക് പറ്റിയാൽ മതി, അനവധി. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കള്ള് കുടിക്കുന്നതുകൊണ്ട് ആരോടും എനിക്ക് വിരോധമില്ല. പക്ഷേ നമ്മൾ എഴുന്നേൽപ്പ് സ്ഥലത്തോ ആനയും കൊണ്ട് നടക്കുന്ന സമയത്തോ മദ്യപിക്കരുതെന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളതും അപേക്ഷിക്കാനുള്ളതും. അതൊരു ഗുണപാഠമായിരിക്കണം നമുക്ക്. വരും തലമുറകൾക്കും അതൊരു ഗുണപാഠമായിരിക്കണം. ഈ അങ്ങനെ വേണം. ആനപ്പക അല്ലെങ്കിൽ ആന പക സൂക്ഷിക്കുന്ന ഒരു ജീവിയാണ് എന്നൊക്കെ പരക്കെ ആരോപണമുണ്ടല്ലോ. ശരിക്കും ആനയ്ക്ക് പകയുണ്ടോ? ആന നമ്മളെ ഈ നമ്മളിപ്പോൾ ഒരു ആനയിൽ ഒരു വർഷക്കാലം താമസിച്ചു. താമസിച്ചെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് നടക്കുന്നു, അതിൻ്റെ ആനക്കാരനായിട്ട് കൊണ്ട് നടക്കുന്നു. ഈ ആനയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചില ആനകൾ മറക്കില്ല. ചില ആനകൾ ഒരു കുഴപ്പമില്ല. ചില ആനകൾ അതല്ല. ദൂരെ കണ്ടു കഴിയുമ്പോഴേ ഓടിക്കും, ഉം. ആനക്കാരനെ ഓടിക്കും. അത് അപൂർവം ചില ആനകളേ ഉള്ളൂ കേട്ടോ. ഉം. ചില ആനകൾ മറക്കത്തില്ല, വർഷങ്ങൾ കഴിഞ്ഞാൽ മറക്കത്തില്ല. അഴിച്ചു കെട്ടി കൊണ്ട് നടക്കുന്ന ഒരാളെ മറക്കില്ല. ചില ആനകൾ പെട്ടെന്ന് മറക്കും. മറക്കുകയും ചെയ്യും, ഓടിക്കുകയും ചെയ്യും. അയാളെ തരത്തിന് കിട്ടിയാൽ ആക്രമിക്കുകയും ചെയ്യും. ഓക്കെ, ഓക്കെ. വേദനിപ്പിച്ചത് ഓർത്തിരിക്കുന്ന വേദനിപ്പിച്ചത് ഓർത്തതല്ല. ഈ നമ്മൾ കൊണ്ട് നടന്ന് നമ്മൾ മാറിക്കഴിഞ്ഞല്ലോ. ഉം. മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെന്നില്ലെങ്കിൽ അത് ചെയ്യും, ഉറപ്പാ. ചില ആനകൾ ചെയ്യും, ചിലത് ഓക്കെ, ചെയ്യില്ല, ചിലത് മറക്കത്തേയില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ചെന്നാലും മറക്കില്ല. അതിനെയാണ് ആളുകൾ ഈ ആനപ്പകയായിട്ടൊക്കെ കേട്ടൊക്കെ ആ. കണക്കാൻ ഇപ്പം പഴയ കാലത്തൊക്കെ ഞാൻ പറയും, ഈ സ്കൂളിലൊക്കെ പഠിക്കില്ല, സൂചിക്ക് കുത്തിയ കഥകളും ആ. വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച്, ആ. അതൊക്കെ ഒരു കഥയാണ്. ആ. പറഞ്ഞു മനസ്സിലായി. പക്ഷെ ആനകൾക്കറിയാം. ഇപ്പം ഈ കൊല്ലം ഇവിടെ ഒരു ആന വന്നാൽ അടുത്ത വർഷം ഒരു കൊല്ലം കഴിഞ്ഞാത്തൊക്കെ റോഡിൽ വന്നാൽ ഇവിടോട്ടാണെന്ന് തിരിയും ആന. ഓ. നല്ല നിശ്ചയമാണ്. അതിനൊന്നും ഒരു ഒരു മറവിയില്ല ആനയ്ക്ക്. അപ്പൊ ആനയ്ക്ക് ഒരാളോട് പകയുണ്ടാവണം ഉണ്ടെങ്കിൽ ആനയ്ക്കറിയാം, മനസ്സിൽ ആ. വെച്ചാൽ. ആനയ്ക്ക് സൗണ്ട് കൊണ്ടാണ് ആളിനെ ഏറ്റവും കൂടുതൽ അറിയുക. സൗണ്ട്, ഓക്കെ. നമ്മുടെ സൗണ്ട്, പിന്നെ സ്മെല്ല്. കാഴ്ചയേക്കാൾ കൂടുതൽ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആനകൾ ശ്രദ്ധിക്കുന്നത്. ഉം. ഈ കൈ കൊണ്ടുള്ള വാട പിടിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഓടിക്കുക, ഉം. കൈ ഇങ്ങനെ ചിലതിലൊക്കെ ആ. ആ. കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ കൈ സിനിമയിലൊക്കെ. ഇങ്ങനെ ആ. വെക്കും. ആ. സിനിമയിലല്ല, അല്ലാതെ തന്നെ ആ. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആള് പോകുന്ന ആ സ്മെല്ല്, അവിടുന്ന് കാറ്റ് ഇങ്ങോട്ട് അടിക്കുക. ഓ. ഇതൊരു ഒരു കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഇതിന് കിട്ടും, ഈ സ്മെല്ല് കിട്ടും. ഒരാന അകലെ നിൽപ്പുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. വായുവിൽ കൂടി ഇത് കൂടുതൽ അറിയുക, അല്ലാതെ കണ്ടിട്ടല്ല. പിന്നെ കാഴ്ചയിലല്ല. സൗണ്ട്, ആ. പിന്നെ സൗണ്ടിൽ എത്ര ദൂരെ നിന്ന് നമ്മൾ സൗണ്ട് വെച്ചാലും ആനയ്ക്കറിയാം. ഈ ആനയുമായി സംബന്ധിച്ചിട്ടുള്ള 2 ടേംസ് ആണല്ലോ ഈ മദപ്പാടും, ഇടച്ചിലും. ഈ ആനയ്ക്കുണ്ടാവുന്ന മദപ്പാടും ആനയ്ക്കുണ്ടാവുന്ന ഇടച്ചിലും ഒന്നാണോ? രണ്ടും രണ്ടാ. ഓക്കെ. ഈ മതപ്പാട് കാലഘട്ടം എന്ന് പറയുന്നത് അതിനെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കെട്ടി, നമ്മുടെ നാട്ടിൻ പുറത്താകുമ്പോൾ അതിനെ കെട്ടിയിട്ടേ പറ്റുള്ളൂ. ഉം. ഇപ്പം കാട്ടിലാണെങ്കിൽ അതിന് യഥോഷ്ടം സഞ്ചരിക്കാം. ഉം. അതിന് മതപ്പാട് വരും, മതപ്പാട് ഒലിക്കും, അതിന് വിഹരിച്ച് നടക്കാനുള്ള ഉം. സൗകര്യങ്ങളുണ്ട്. ഉം. നാട്ടിൻപുറത്ത് നയിക്കുന്നവൻ ആനയ്ക്ക് അതില്ല. ഉം. അതിനെ അന്നേരം നമ്മൾ മതപ്പാട് വരുന്ന കാലത്ത് നമ്മൾ ചില ആനകളെ മതപ്പാട് ഒലിച്ചതിന് ശേഷം കെട്ടാം. ഉം. ചിലതിനെ ഒഴിവാകുന്നതിന് 10 ദിവസം 15 ദിവസത്തേക്ക് മുമ്പേ കെട്ടണം. ഉം. ഇല്ലെങ്കിൽ അത് ആപത്തുകൾ വരുത്തി വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് മുൻകരുതൽ എന്നുള്ള നിലയിൽ അത് ഈ മതപ്പാടിൻ്റെ ആരംഭഘട്ട കാലമൊക്കെ ഇത് കാണിച്ചു തരും. ഉം. ഉം. കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കി ആ ആനക്കാരൻ അതിനെ ബന്ധവസായിട്ട് കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാം. അതിൻ്റെ ശരീരത്തിനും കേടില്ല, നമുക്കും കേടില്ല, നാട്ടുകാർക്കും കേടില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണകരമായ കാര്യം. ഉം. അതല്ല കൊണ്ട് നടക്കാം.
അതിനെ 10 ദിവസം കൂടെ കൊണ്ട് നടക്കാം, കുഴപ്പമില്ല ഉം. എന്ന് വിചാരിച്ച് നടന്നാൽ ചിലപ്പോൾ ഇത് കുഴപ്പത്തിലേക്കായി ചാടുക. ഓ. ഈ മതപ്പാടെന്ന് പറഞ്ഞ അഹങ്കാരമാണല്ലോ. അതെ, 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 അതെ. മതം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അതിനുള്ള സമയമാണ് അത്. ഓ. അത് നമ്മൾ കവർന്നെടുക്കുക, നമ്മളതിനെ നിയന്ത്രിച്ച് നിർത്തുക, അതൊരിക്കലും ശരിയല്ല. ഒരു ആനക്കാരന് യോജിച്ചതല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലെ ഏറ്റവും വലിയ കാര്യം. ഈ ആനയോട് പലപ്പോഴും ഈ മറ്റേ പൂരത്തിനുള്ള വാദ്യാഘോഷങ്ങളുടെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ഈ ചെവി ഇങ്ങനെ ആട്ടി ആട്ടി നിൽക്കും. അപ്പോൾ കുറച്ച് ആളുകൾ പറയുന്നത് അത് വെയിലിനെ തടുക്കാൻ വേണ്ടിയിട്ട് അത് സ്വയം ഒരു വിശറി പോലെ ആ ചെവികൾ ഉപയോഗിക്കുന്നതാണ്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വാദ്യാഘോഷങ്ങളുടെ ആ ഒരു താളം ആസ്വദിച്ച് ആന നിൽക്കുന്നതാണ് എന്ന്. ഇതിൻ്റെ ശാസ്ത്രീയത എന്താ ശരിക്കും? ഇത് സാധാരണ നമ്മളൊരു ആനയെ എഴുന്നള്ളിച്ച് നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് എഴുന്നള്ളിച്ച് നിന്നില്ലെങ്കിൽ തന്നെ ഇത് ചെവി ഇങ്ങനെ രണ്ടും ഉം. വീശിക്കൊണ്ടേയിരിക്കും. ബ്ലഡ് സർക്കുലേഷനാണ് അതിലെ ഏറ്റവും വലിയൊരു വിഷയം. ഓക്കെ. ഏറ്റവും വലിയ വിഷയം അതാ. ഈ ചെവിയിൽ ഏറ്റവും കൂടുതൽ ബ്ലഡുകൾ സർക്കുലേഷൻ നടക്കുന്നത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത് ചെവിയാണ്. ഹാർട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ ചെവി ആട്ടിക്കൊണ്ട് നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൈ വീശിക്കൊണ്ട് നിന്നില്ല, അല്ലെങ്കിൽ വാല് വീശിക്കൊണ്ട് നിന്നില്ലെങ്കിൽ അതൊരു രോഗിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്. രണ്ടാമത്, എഴുന്നള്ളിപ്പ് സ്ഥലത്ത് ഈ ചെവി അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് നമ്മൾ ഈ ചൂടിനെ ആ. ഒരു നല്ല കാറ്റ് കിട്ടും, നമുക്ക് തന്നെ നല്ല കാറ്റ് കിട്ടും. ആ. ഫാനിനെ പോലെ തന്നെ കാറ്റ് നമുക്ക് കിട്ടും. നമ്മൾ ആനയുടെ താഴെ ആ താടിയുടെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാറ്റ്. അപ്പം നല്ലവണ്ണം ചൂടാകുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ അടിക്കുക. ഉം. ഇത് മേളങ്ങളെ ആശ്വസിക്കുന്ന ആനകളുമുണ്ട്. ഉം. വളരെ ചിട്ടയോടുകൂടി നിന്ന് ഈ മേളങ്ങളെ ആശ്വസിച്ച് മേളത്തിനനുസരിച്ച് ചെവി ആട്ടുന്ന ആനകളും നടക്കുന്ന ആനകളുമുണ്ട്. മേളം കലാശം കൊട്ടി നീങ്ങുമ്പോൾ ആനകൾക്ക് അറിയുന്ന ആനകളുണ്ട്, ഓക്കെ, ഇല്ലയെന്ന് ഓക്കെ. പറയാൻ പറ്റില്ല. അപ്പം അത് കുറച്ച് പഴക്കം ഉള്ള ആനകൾക്കേ അത് പറ്റുള്ളൂ. ഉം, ഉം, ഉം. അല്ലാതെ ഇപ്പോൾ ഒരു ആനയെ കൊണ്ടുവന്നു, ഒരു കൊല്ലം കഴിഞ്ഞു അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞു, അതിന് ചിലപ്പോൾ നിശ്ചയം ഉണ്ടായില്ല. ഉം. താളവട്ടം കഴിയുമ്പോൾ അറിയുന്ന ആനകളുണ്ട്, പൊക്കുന്ന ആനകളുണ്ട് നടക്കാൻ. ഉം, 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 ഉം. നമ്മൾ ഇടതട്ടി കൂട്ടാൻ കറക്റ്റായിട്ട് അറിയാം. അത് ആശ്വസിക്കുന്ന ആനകളുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അനുഭവം കൊണ്ട് ഞാൻ പറയുക, ഉം. ആശ്വസിക്കുന്ന ആനകളുണ്ട്. ഈ ആനയുടെ കുറുമ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ശിക്ഷകൾ കൊടുക്കേണ്ടി വരും പാപ്പാവന്മാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ശിക്ഷയുടെ അളവുകൾ ഏത് വരെ ആവാം? ഇത് സത്യത്തിലെ ഈ ആനയ്ക്ക് ഒരുപാട് ശിക്ഷണം കൊടുക്കുന്നത്, അതായത് അതിനെ വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക. നോവിക്കുക. ആ. ഇപ്പം വടി കൊണ്ട് നമുക്ക് അടിക്കാം, ആ. തോട്ടിക്കൊന്ന് കൊത്തിക്കാം. ഇപ്പം എപ്പോഴും ഈ തോട്ടിക്ക് കൊത്തിക്കാൻ ഒക്കെ മുറിവാകും. ആ. തോട്ടിയുടെ ആ മൊന ആ. അതേപോലത്തെ ആ. അത് ഉണ്ടാക്കി വെക്കുന്നത് നമുക്കൂടെ ശല്യമാണ്. ആ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു ഈച്ച വന്നിരിക്കാൻ ആന സമ്മതിക്കില്ല. ഉം. ഒരു ഈച്ച വന്നിരിക്കാൻ ആന സമ്മതിക്കില്ല. ഒരു കൊതുക് വന്നിരിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം കൊതുക് വന്നിരിക്കുകയാണെങ്കിലും കൊതുകിനെ അടിക്കും ആന. ഉം. കൈ കൊണ്ട് ഒന്നിൽ ഇങ്ങനെ അടിക്കും, അല്ലെങ്കിൽ തൂപ്പെടുത്തിട്ട് അടിക്കും. ഈച്ച വന്നിരുന്ന ഈ മുറിവൊക്കെ ഉണ്ടായാൽ ഈച്ച വന്നിരിക്കും. ഉം. മുറിവ് ചിലതൊക്കെ ഈച്ച വന്നിരുന്നാൽ തന്നെ, മുറിവുണ്ടെങ്കിൽ തന്നെ ഈച്ചകൾ ഇതിനെ ഈ മുറിവെ തൂറും, പുഴുവാകും. ഉം. ഇപ്പം പുഴുവായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മാംസത്തിൻ്റെ ഓരോ ഉറകളിൽ ഈ പുഴു കയറി വലുതാകും. ഉം. അപ്പം ഇതിരുന്ന് കടിക്കുമ്പോൾ ഇതിന് ഭംഗിയായിട്ട് ചൊറിയും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഇട്ട് തേക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് വരും. ഓ. പുഴു ഉണ്ടെങ്കിൽ ബ്ലഡ് വരും, ഉറപ്പാണ്. അപ്പോൾ ഇതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഫെബ്രുവരി മാർച്ച് കാലങ്ങളിൽ പൊടിയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഇത് മുറിവുണ്ടാക്കുന്നതും ശിക്ഷണം കഠിനമായിട്ട് കൊടുക്കുന്നതൊന്നും ഒരു നല്ലതല്ല. ഉം. നമ്മളിപ്പോൾ ഒരു 3, 4, 5 പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ വടിയൊക്കെ ഓങ്ങിയിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഉം. അതുകൊണ്ട് ആപത്തുമില്ല. ഉം. അതുകൊണ്ട് ആനയ്ക്ക് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആജ്ഞാപിക്കുന്നത് ചെയ്യാതിരിക്കുകയോ ഒന്നും ഉണ്ടാകില്ല. ഉം. ചിലപ്പോൾ 10 പ്രാവശ്യം പറയേണ്ടി വരും. ചിലപ്പോൾ ഒരു വാശിക്ക് ഇങ്ങനെ നിൽക്കും എടുക്കാതെ, പിന്നെ എടുക്കും. ഉം. അടിക്കുകയാണെങ്കിലോ, അടിക്കുകയാണെങ്കിൽ ചില ആനകൾക്ക് വാശിയാകും. ഉം. ഉം. അത് 1 അടി കൊണ്ടോ 10 അടി കൊണ്ടോ ചിലപ്പോൾ നമ്മളവിടെ തോറ്റു പോകും. ചില ആനകളുടെ കാര്യം ചിലടത്ത് തോറ്റു പോകും. അപ്പോൾ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അതിനെ ദേഹോപദ്രവം ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഉം. എന്നാൽ ഈ കാര്യം നടക്കുകയും ചെയ്യും. ഉം. ഉം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ശിക്ഷണം കൊടുത്തിട്ട് ഒരാനയെ വരുതിയിലാക്കി കൊണ്ട് നടക്കുന്നത് അഭികാമ്യമല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ഈ ആന മതമിളകിയാൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്.
ഇപ്പൊ ചില പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ട് ആന മതമാണെങ്കിൽ പിന്നിൽ ഓടി വരികയാണെങ്കിൽ നമ്മളിങ്ങനെ സിക്സ് ആക്കി ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ആനയിൽ നിന്ന് രക്ഷപ്പെടാം, ആനയ്ക്ക് ഇങ്ങനെ തിരിയാൻ പറ്റില്ല എന്നൊക്കെ, അതിലൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ? ഈ ആനകൾ, അതായത് ആന ഓടുന്നത്, നമ്മൾ ഓടുന്ന 2 കാലിലാണ്. ആ നമുക്ക് 2 കാലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഭയന്നിട്ടാണ് ഓടുന്നത്. ആ ഓട്ടം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നേരെ ഓടിയാലും വളഞ്ഞു ഓടിയാലും എങ്ങനെ ഓടിയാലും നമ്മൾ ഭയന്നിട്ടാണ് ഓടുന്നത്. ആ ഈ ആളെ ഭയന്നിട്ടാണല്ലോ ഓടുന്നത്. അതെ അതെ അതെ. അപ്പം ഈ ആനയെന്ന് പറയുന്നത് 4 കാലാണ്. ഉം. 2 കാല് ഒരേപോലെ ചലിക്കും. നടക്കുമ്പോഴും അതെ, ഓടുമ്പോഴും അതെ. 2 എണ്ണമാണ് ഒരേ സമയത്ത് ഇല്ല. അപ്പം അതിൻ്റെ കാലിൻ്റെ നീളം, നമ്മുടെ നീളമുണ്ട് അതിൻ്റെ ഒരു കാലിൻ്റെ നീളം. ആ അത് എടുത്ത് നോക്കുന്ന, അതായത് സാധാരണ ഒരാനയുടെ നട ഇതാണെങ്കിൽ അമരം എടുത്ത് നോക്കുമ്പം ഇങ്ങനെ വന്ന് വീഴുക. ഓ അത്ര സ്പീഡിലാണ് നടക്കുക. 1 മണിക്കൂറിൽ അത് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടക്കും 1 ഓക്കെ മണിക്കൂറിൽ. ഓക്കെ ഓക്കെ. വെയിലില്ലെങ്കിൽ, വെയിലുണ്ടെങ്കിൽ അത് 3 കിലോമീറ്ററായി ചുരുങ്ങും. നടത്തത്തിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ഈ നട എടുത്ത് വെക്കുന്നത് ഒരേപോലെ 2 എണ്ണം എടുത്ത് വെക്കുക. ഒരു നടയും ഒരു അമരവും. എന്നിട്ടാണ് അടുത്ത അമരവും നടയും വെക്കുക. അപ്പോൾ അത് സ്പീഡില്ല. ഓടുന്നത് അതിനേക്കാൾ സ്പീഡില്ല. നമ്മൾ ഭയന്നിട്ടാണ് ഓടുന്നത്. നമുക്ക് എത്ര ഓടാൻ പറ്റും? വളഞ്ഞ്. അതായത് ആന നമ്മുടെ പിന്നാലെ കൂടി നമ്മളെ ഓടിച്ച് നമ്മളെ കൊല്ലാനായിട്ട് വരികയാണെന്ന് ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ആന ഇപ്പോൾ എന്നെ ഓടിച്ചു എന്നിരിക്കട്ടെ, സങ്കല്പം. ഞാനിപ്പോൾ നേരെ അങ്ങോട്ട് ഓടിപ്പോയാൽ എനിക്ക് നേരെ അങ്ങ് ഓടിപ്പോവാം. ഇല്ല, നമ്മളിതിലേ പോയി. ഇതിന് ചിലപ്പോൾ അതിലേ കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വരാം. അതല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല. ചുമ്മാതാ വെറുതെ നമ്മൾ എസ് നോക്കി എവിടെ പോകും? ഒരു കുണ്ടിലായിരുന്നു വീഴുന്നത്, എന്തോ ചെയ്യും? നമുക്കിപ്പോൾ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മൈതാനത്തല്ലല്ലോ ആന വഴക്കുണ്ടാക്കുന്നതാണ്. അല്ല. അപ്പം നമ്മുടെ ഒരു ഗ്രൗണ്ടിലും ഒന്നുമല്ല ആന വഴക്കുണ്ടാക്കുക. നമുക്ക് ഓടാൻ പറ്റില്ല. ഓടിയാൽ നമ്മൾ വീഴും, ഉറപ്പാണ്. നമ്മൾ ഭയന്നിട്ട് ഓടുന്ന, അതൊരു മനസ്സോടു കൂടിയാണ് വരിക. അതിനത് പറ്റും. ഇപ്പം നമുക്ക് വലിക്കാൻ പറ്റാത്ത തടി അത് വലിച്ചു വെക്കുന്നത്, അതൊരു മനസ്സോടു കൂടി അത് വലിച്ചു വെക്കുന്നത്. ഈ ആനയുടെ പലപ്പോഴും ഈ സിനിമകളിലൊക്കെ ഈ ചൂണ്ടുമർമ്മമൊക്കെ കാണിച്ചൊക്കെ നിർത്തുക, ഒരു വിരലിങ്ങനെ നിർത്തുക, ആനയുടെ പേര് പിടിച്ച് നിർത്തുക. ഇപ്പം കേശവ എന്നൊക്കെ വിളിച്ച ആന അങ്ങനെ സ്റ്റക്കായി നിൽക്കുക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും മതപ്പാട് വന്നാൽ പോസിബിൾ ആണോ? മതപ്പാടിലൊന്നും അതൊന്നും സ്വീകാര്യമല്ല. അത് നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും അല്ല. ഇതിപ്പം നമ്മളിപ്പോൾ നീ അവിടെ നിൽക്കേ എന്ന് ഒരു മതപ്പാടുള്ള ഒരു ആനയോട് പറഞ്ഞാൽ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം അതിൻ്റെ ആ മതപ്പാടി നിൽക്കുന്ന സമയത്ത് അതിന് എന്തും കാണിക്കാനുള്ള ഒരു വലിയ മനസ്സതിനുണ്ട്. നമ്മളെ അനുസരിക്കണമെന്നില്ല. അപ്പം അതിന് ഞാൻ മുൻകൂട്ടി ഒരു ഉദാഹരണം പറഞ്ഞു. ചില ആനകളെ മതപ്പാടി നമുക്ക് കൊണ്ട് നടക്കാം. താടെ ഒലിക്കുമ്പോൾ നമുക്ക് കൊണ്ട് നടക്കാം. എല്ലാത്തിനെയും പറ്റില്ല. 100ക്ക് ചിലപ്പം 10 എണ്ണം ആയിരിക്കും ഉള്ളത്, അല്ലെ 5 എണ്ണം ആയിരിക്കും. ബാക്കിയെല്ലാം വൈലൻ്റാ. എന്നാൽ വേറൊരാളിന് പറ്റത്തില്ല. ഇതിൻ്റെ ചട്ടക്കാരന് പറ്റും. ആ ആനെ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ 100ക്ക് ഒരു 10 എണ്ണേ കാണും കഷ്ടി. ബാക്കിയെല്ലാം വൈലൻ്റാ. കെട്ടിയിട്ടേ പറ്റൂ, അല്ലെങ്കിൽ അത് ഉപദ്രവിക്കും, അത് നാശനഷ്ടങ്ങളുണ്ടാക്കും, അത് വലിയ നാടിന് വിപത്തുണ്ടാക്കും. ഇത് മതപ്പാടിന് അതിൻ്റെ കാലഘട്ടമാണ് അത്. അതിനെ ഒരു തെറ്റും പറയാൻ അതിലില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ജീവിതത്തിലെ മതം പൊട്ടിയ ഒരു ആനയെ തളച്ച ഒരു അനുഭവം എന്ന് പറഞ്ഞു തരും. ആനകൾ വഴക്കുണ്ടാക്കിയിട്ട് ആനകളെയൊക്കെ തളയ്ക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ മാവേലിക്കര കൊർത്തിയാടൊരു ആന വഴക്കുണ്ടാക്കി. കരിപ്പുഴ 82 ഒരു ആന വഴക്കുണ്ടാക്കി. അതിനെയൊക്കെ കെട്ടാൻ പോയിട്ടുണ്ട്. എങ്ങനെ അതിനെ നിങ്ങൾ സമീപിക്കുക? അതായത് 82 ആന വഴക്കുണ്ടാക്കുമ്പോൾ രാമേന്ദ്രൻ എന്നും പറഞ്ഞ ഒരു ആനയായിരുന്നു. ഇപ്പൊ അത് ഗുരുവായൂർ ദേവസ്വത്തിൽ ഗോപീകൃഷ്ണൻ എന്നും പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ മുന്നിലെ അതുകൊണ്ട് ഇപ്പം. അതായത് നമ്മുടെ ഇവിടെ ഈ മുതുകുളത്തുള്ളതായിരുന്നു അന്ന് 82. അത് കരിപ്പുഴ ഒരു മില്ലിൽ വഴക്കുണ്ടാക്കി, ആനക്കാരനെയൊക്കെ വെച്ചിട്ട് വഴക്കുണ്ടാക്കി. ആന തോടൊക്കെ ചാടി ഒരു പറമ്പിൽ കയറി. അങ്ങനെ അന്ന് ഇവിടുത്തെ RDO ലീഡ ജേക്കബ് എന്നും പറഞ്ഞത് ഒരു സ്ത്രീയായിരുന്നു. അന്നൊക്കെ ഈ മയക്ക് വെടിയില്ല. 82 മയക്ക് വെടിയില്ല. അന്ന് ഈ മുടക്ക് വെടി വെക്കുക. അതാ അന്നത്തെ കാലത്ത് മയക്ക് വെടി ഉണ്ടെങ്കിൽ തന്നെ തൃശ്ശൂർ എന്ന് പറയണം, വേറെ ഒരു ജില്ലയിലും ഇല്ല. അന്ന് ചീരൻ സാറൊക്കെയാണ് മയക്ക് വെടിയുടെ ഉസ്താദ്. കൈമൾ സാറ്, പണിക്കരി സാറ്, അവരൊക്കെ അവിടെ നിന്ന് ഇവിടെ വരണം. അങ്ങനെ ഞാൻ അന്നേരം എൻ്റെ ശരിക്കുള്ള കുടുംബം ഹൈവേയുടെ കിഴക്ക് വശത്താണ്. അവിടെ താമസം.
അവിടെ ഇപ്പോഴും വീടും താമസമൊക്കെ ഉണ്ട്. അവിടാണ് അതിൻ്റെ കിഴക്കേ വശത്താണ് ഈ ആനയെ കെട്ടുക. ഉം. ഗിരീശൻ എന്ന് പറയുന്ന ആന. ആ ആനയാണ് എന്നെ കുത്തിയതുമൊക്കെ ഉം, കേട്ടോ. ഉം. 83-ല്. ഇത് 82-ലാണ് ഈ സംഭവം. അങ്ങനെ അവിടെ പോയി ഈ ആന ഒരു പറമ്പിൽ ഇതിൻ്റെ പരിപാടി എന്താ, അതിന് അന്നേരം കനം നനയുന്നുണ്ട്. ഉം. ഈ ഒരു തെങ്ങ് തെള്ളും, കൊമ്പെ താങ്ങും, കൊണ്ടുവന്ന് അട്ടി സ്വന്തമായിട്ട് വെക്കുക. ഒരു ആനക്കാരൻ പറഞ്ഞിട്ടൊന്നുമല്ല, സ്വന്തമായിട്ട് ഇതാ വീടിൻ്റെ പടിക്കൽ അടുക്കുക. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന ഇതാ. അങ്ങനെ ഞങ്ങൾ ഇതിനെ പോത്തിനെ പേടിയാണ്, ഭയങ്കര പേടിയാണ് ആനയ്ക്ക്. ഓ ഓ പോത്തിനെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇത് ഞങ്ങൾ ആ പറമ്പിൽ മത്തൊക്കെ തറച്ച് അന്നൊക്കെ ഈ തടിയേല് ഈ മത്തുണ്ടാക്കും. ആ. കൊല്ലനെ കൊണ്ടുണ്ടാക്കിയിട്ട് മത്തെന്ന് ഉടക്കുമാര് പറഞ്ഞാ? എന്താ പറയുക, ഈ പലകയുണ്ടല്ലോ, കനമുള്ള പലക, ആ. അതേല് ഈ ആണി അടിച്ച് താക്കും. ഓക്കെ. ആണി എന്ന് പറഞ്ഞാൽ കൊല്ലനെ കൊണ്ടുണ്ടാക്കുക. നമ്മുടെ ഈ ചൂണ്ടയുടെ സീസുണ്ട്, ആ. ചൂണ്ടയുടെ തുമ്പത്തൊരു ആ. ഉക്കില്ലയോ, ആ. 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 അതേപോലത്തെ സാധനം, അത് മേളിലോട്ട് നിൽക്കും. ആ. ഇതിൽ ഇട്ട് കൊടുത്തിട്ട് വൈക്കോലൊക്കെ വാരി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതേൽ ഓടിച്ച് കയറ്റും. ആ. ഇത് കയറി ചവിട്ടി കഴിയുമ്പോൾ പിന്നെ നടക്കാനൊക്കത്തില്ല. ഓ. ഇത് പക്ഷെ ചവിട്ടിയെങ്കിലും ഇത് കൈകൊണ്ട് വലിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു. അങ്ങനെ ആന പുഞ്ചപ്പാടത്ത് ചാടി ഒരു തോട്ടിൽ ചാടി. അങ്ങനെ ഞാൻ ഈ ആനയുടെ മുകളിൽ ഞാനാണ് കയറുന്നത്. ആ ഈ മതം പൊട്ടി ആനയുടെ ഈ മോളിൽ. ആനയുടെ മുകളിൽ, ഈ രാമേന്ദ്രൻ ആനയുടെ 82-ല് ഈ കരിപ്പുഴ വെച്ച് ഞാനാണ് ആനയുടെ മുകളിൽ കയറുന്നത്. അങ്ങനെ ആനയെ ഞങ്ങൾ ആ പാടത്തൂടെ കൊണ്ടുവന്ന് മുട്ടത്ത് കൊണ്ടുവന്ന് ഒരു അമ്പലത്തിൻ്റെ അവിടെ നിർത്തി. അപ്പോൾ ഭയങ്കര അല്ല, ഈ ജനങ്ങൾ. മതമുള്ള ആനയുടെ മുകളിൽ എങ്ങനെ ചാടിക്കുന്നത്? അതാ തോട്ടിൽ ചാടി വെള്ളത്തിൽ ഇരുന്നു ആന. ആ. ഇരുന്ന വഴിക്ക് ഞാൻ കയറി ആനയുടെ മുകളിൽ കയറുമൊക്കെ ഉണ്ടല്ലോ, കയറ്റി കാലിട്ടു ഇരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറെ അന്ന് പൂത്തൂർ രാമകൃഷ്ണപിള്ള എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഉം. അതേപോലെ അതിൻ്റെ ഗോപാലകൃഷ്ണൻ എന്നും പറഞ്ഞൊരു ആനക്കാരനുണ്ട്, അതിൻ്റെ ചേട്ടക്കാരൻ. പിന്നെ വേറെ ഒരുപാട് അനവധി ആൾക്കാരുണ്ട്. ആനക്കാരായിട്ട് ഒരു 5-8 പേരുണ്ട്. ഉം. ഇവരൊക്കെ അതിൻ്റെ ഒരു സംരക്ഷണ വലയമായിട്ട് ഞാൻ ആനയുടെ മുകളിൽ കയറിയത്. കയറി അങ്ങനെ ഞങ്ങൾ ആനയെ കൊണ്ടുവന്നു. മുട്ടത്തൊരു അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുവന്നു. അവിടെ ഒരു അവിടെ പോയിട്ടുണ്ട് മുട്ടത്ത്. ഇല്ല, പോയിട്ടില്ല. അവിടെ ഒരു ഗുരുമന്ദിരമുണ്ട്. ആ ആ. ഗുരുമന്ദിരത്തിൻ്റെ അടുത്തൂടെ തൊട്ടടുത്തേക്ക് ഒരു ക്ഷേത്രമാണ്. അവിടെ ഒരു ആനയെ കൊണ്ടുവന്ന് കെട്ടി ആനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. അവിടെ വലിയ ആഘോഷവും അന്നത്തെ കാലത്തൊക്കെ വലിയ ആഹ്ലാദം, ആൾക്കാർക്ക് വലിയ സന്തോഷമാണ്. നമ്മളോടൊക്കെ വളരെ ആരാധനയാണ്. ഇന്നതില്ല കേട്ടോ, ആ. ഇന്ന് തിരിച്ചാണ്. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ഹീറോ വർഷിപ്പ്. ഒരു കൊല്ലത്തെ. പക്ഷെ ഇത് അന്നത്തെ കാലത്ത് എൻ്റെ മനസ്സിലില്ല. ഓ. പറഞ്ഞു മനസ്സിലായി. ഇത് നമ്മളിങ്ങനെ ചെയ്തു, നമുക്കിതൊരു വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. സത്യം ഗുരുവായൂരപ്പനാണോ ഇല്ല, അങ്ങനത്തെ ഒരു കാലമാണ്. എന്നിട്ട് ആനയുടെ മുകളിൽ കയറി അവരുടെ വീട്ടിൽ മുതോളത്ത് കൊണ്ട് കൊടുത്തു. ലാസ്റ്റ് അത് എന്നോട് പറഞ്ഞു, ഞാൻ അഴിച്ചു കെട്ടിക്കോളാൻ പറഞ്ഞു. ഓ. പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിലൊരു ആനയുണ്ട്, അത് കൊണ്ട് നടന്നോട്ടെ, ഈ ഗോപാലകൃഷ്ണൻ തന്നെ കൊണ്ട് നടന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അന്നത്തെ കാലത്ത് പിന്നെ അവർ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ വിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം അത് ഗുരുവായൂർ ദേവസ്ഥ ഇപ്പുണ്ട്. ഗോപീകൃഷ്ണൻ എന്നും പറഞ്ഞൊരു ആന. ഇപ്പൊ ഈ മതം പൊട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ശരിക്കും എന്ത് ഈ മതം പൊട്ടുക എന്ന് പറയുന്നത്? മതം പൊട്ടുക എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിലെ ഇണ ചേരാൻ പറ്റിയാൽ തന്നെ ഇതിന് മതപ്പാടുണ്ടാകും. ഓക്കെ. ഈ മതഗ്രന്ഥികളാണ് നമ്മുടെ ഇവിടെ ഈ ആ. കന്നത്തിൻ്റെ അവിടെ ആ. മതഗ്രന്ഥികളുണ്ട്. ആ. അത് ഈ 2 ഹോളുകളാണ്. ആ. ഈ ഹോളിൽ കൂടാണ് ഈ മതജലം ആ. ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂറും വീഴും. ഓക്കെ. ഓക്കെ. പിന്നെ മൂത്രത്തിൽ കൂടെ പോകും. ഓ. മൂത്രം എന്ന് പറഞ്ഞാൽ കാണാൻ പുറത്തേക്ക് ആന ഇറക്കത്തില്ല. മൂത്രം ഇറ്റിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും മൂത്രം. ഉം. അതിൽ കൂടിയും ഈ മതജലത്തിൻ്റെ അംശം പോകും. വായുവിൽ കൂടി അതിൻ്റെ കൈയുടെ വായു ഉണ്ടല്ലോ, ഉം. ചിലപ്പോൾ നമ്മൾ ഈ കയ്യിൽ നിന്ന് ഈ പുറത്തേക്കൊക്കെ വിടുമ്പം വലിയ പുക പോലെ ആയി ആ. പോകുന്നത്. ആ. ആ. പിന്നെ രോമകണങ്ങളിൽ കൂടിയും ഈ മതജലത്തിൻ്റെ അംശം പോകാം. അത് ചില ആനകൾക്ക് 6 മാസമൊക്കെ ഒലിക്കും. ഓ. ചില ആനകൾക്ക് 90 ദിവസം ഒലിക്കത്തില്ല. ചില ആനകൾക്ക് 60 ദിവസം ഒലിക്കുന്ന ആനകളുണ്ട്. ഓ, അതാണ് അപ്പം അതിൻ്റെ ആരോഗ്യസ്ഥിതിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന വിഷയം. ആരോഗ്യസ്ഥിതി. ആരോഗ്യമുള്ള ആനയ്ക്ക് ഒരു 150 ദിവസമൊക്കെ ഒലിക്കും. ഇതാണ് അപ്പൊ ഈ മതപ്പാട് എന്ന് പറയുന്നത്. മതപ്പാട് നിന്ന് ഇതാണ്. അപ്പം ഇത് ഇണ ചേർന്നാലും ഇതിൻ്റെ കാഠിന്യം കുറയുന്നേ ഉള്ളൂ. പക്ഷേ മതജലം ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ റിസ്ക് തന്നെയാണ്. റിസ്ക്കാണ്. അതിൻ്റെ കാഠിന്യം കുറയുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ഒലിക്കും. എല്ലാ സമയത്തും ഇതിന് റിസ്ക് ഉണ്ടല്ലോ, എല്ലാ ദിവസവും റിസ്ക് ആണല്ലോ ആനയുടെ കൂടെ അതെ, ഉണ്ടാവുക. അഴിച്ചാൽ കെട്ടുന്നിടം വരെ റിസ്ക്കാണ്. അപ്പൊ ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് ഇതിനോടൊക്കെ യോജിപ്പായിരുന്നോ? ഈ ജോലി ചെയ്യുന്നതിനോട് സപ്പോർട്ടായിരുന്നോ? എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ജോലിക്ക് ആദ്യമായിട്ട് പോകുമ്പം വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല, താല്പര്യമില്ല. താല്പര്യമില്ലായിരുന്നു. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരവും എൻ്റെ സ്വന്തം ഇഷ്ടത്തിനും എനിക്കിതിനോട് വലിയ ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ പോയി. ഇന്നും ആഗ്രഹം
മാറിയിട്ടില്ല. ഇപ്പോഴും ഇപ്പോഴും ആ കൊതി മാറിയിട്ടില്ല. ഇപ്പോഴും ആനപ്പണി എടുക്കണം, ആനയെടുക്ക പോകണം, ആനയെ കൊണ്ട് നടക്കണമെന്നുള്ളൊരു വലിയ മനസ്സോടുകൂടി ഞാൻ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി, സന്തോഷവാനും അതിൽ കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ആനപ്പണിക്ക് പോയിട്ടാണ് ഞാൻ ഈ നിലയിലെത്താനും ഒക്കെ ഉള്ളൊരു ഇങ്ങനെയൊക്കെ കുടുംബം ഉണ്ടാക്കിയതും. അപകടം നമ്മളെ ഭഗവാൻ നമുക്കൊരു ജന്മം തരും. ജന്മം തരുമ്പം നീ ഇന്ന രീതിയിൽ ജീവിക്കണം, ഇന്ന പോലൊക്കെ ജീവിക്കണം, ഇന്ന കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, നിനക്കൊരു ജീവിതസഖി ഉണ്ടാകും, അത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും, അത് കഴിഞ്ഞാൽ മരണം ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ഇതിനെയെല്ലാം നമ്മൾ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാം. ദുരിതങ്ങളും ഒക്കെ മനുഷ്യനുള്ളതാണ്. മനുഷ്യൻ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ ദുഃഖം എങ്ങനെ അറിയും? മറ്റൊരുത്തൻ്റെ വിഷമം എങ്ങനെ അറിയും? ഇതെല്ലാം അറിയണം. നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ആനക്കാരൻ, അതായത് ഇന്ന് പലപ്പോഴും ഞാൻ പലതും ശ്രദ്ധിക്കാറുണ്ട്. കാരണം പനയെ കയറി പട്ട വെട്ടും. പട്ട വെട്ടിനവനെ അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും, പട്ട വെട്ടുന്നുണ്ടോ, ഇത് വേണം. അപ്പം നമ്മൾ എത്രയോ കാലം പട്ട വെട്ടി ഇതിന് ഞാൻ 50 വർഷക്കാലമായി ഈ ജോലി തുടങ്ങിയിട്ട്. ആദ്യ കാലത്ത് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആനയ്ക്ക് തീറ്റ വെട്ടുക, ആനയെ കഴുകുക, ആനയുടെ മുകളിലിരിക്കുക. നമുക്ക് പ്രതിഫലമില്ല. പ്രതിഫലം എന്ന് പറയുന്നത് തന്നെ ആ ജോലി എനിക്ക് വളരെ സ്വയസിദ്ധമാക്കി തന്നു. അതാണ് ഏറ്റവും എൻ്റെ വലിയ സമ്പത്ത്. അതാണ് ഞാൻ ഇന്നും അന്നും കണക്കാക്കുന്നത്. അന്നൊരു പ്രതിഫലമല്ല ഞാൻ ആഗ്രഹിച്ച്. ഈ ജോലി പഠിക്കണം, നല്ല രീതിയിൽ പഠിക്കണം, അച്ചടക്കത്തോടുകൂടി പഠിക്കണം, അച്ചടക്കമുള്ള ഒരു പിന്നെ ഗുരുവായിരിക്കണം നമ്മുടെ. ആ അച്ചടക്കത്തോടു കൂടി എന്നെ ഒരു അനിയനെ പോലെ വളരെ ഭംഗിയായ രീതിയിലാണ് അദ്ദേഹം എന്നെ കൊണ്ടാണെന്ന് പഠിപ്പിച്ചതും എന്നെ ശിക്ഷണം നടത്തിയതും. അടിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. വഴക്കൊക്കെ പറയും, കണ്ണുനീര് പൊഴിക്കും, ഇതൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് അദ്ദേഹത്തിനോട് വലിയ സ്നേഹവും ബഹുമാനവും വളരെ വളരെ ഇതായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അത് ഇന്ന് വരെ അത് എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പലരും പറയും ഇപ്പോൾ വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് ആനക്കാർ നടക്കാൻ. അതിന് ആ ഭാഗ്യം തന്നത് നമുക്ക് ഭഗവാൻ തന്നതാണ്, നമ്മുടെ ജോലിയിൽ തന്നതാണ്. നമ്മൾ അതിനു മുൻപ് കഷ്ടപ്പെട്ട കഷ്ടപ്പാടിൻ്റെ അളവറ്റ കഷ്ടപ്പാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ അനുഭവിക്കാനുള്ള ഒരു യോഗം തന്നത്. അത് മനുഷ്യനുള്ളതാണ്, മനുഷ്യ ജന്മത്തിലുള്ളതാണ്. ഇതെല്ലാം അനുഭവിക്കുക, അനുഭവിച്ചറിയുക, മറ്റൊരുത്തൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക, മറ്റൊരുത്തന് ഒരു ദോഷവും നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ആനയെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ആനക്കാരനെ ഏത് തരത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ പെരുമാറാം. ഇതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ സമൂഹത്തിനോ നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നല്ല എന്ന് വളരെ ഉള്ളത് കൊണ്ട്, മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട്, ഒരാളിനും ഒരു ആപത്ത് പറ്റരുത്, എനിക്ക് പറ്റിയാലും കൂടെ ഉള്ളവർക്ക് ഒരു ആപത്ത് പറ്റരുത് എന്ന് ആഗ്രഹിച്ചും വളരെ ശ്രദ്ധയോടുകൂടിയും കൈകാര്യം ചെയ്ത് നടന്നിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഒരാളിനും ഒരു ആപത്തും പറ്റരുത് എന്നാണ്. പിന്നെ അവരവരുടെ കഴിവുകൊണ്ടും അവരവരുടെ മിടുക്കുകൊണ്ടും അവരവർ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കൊണ്ടും അവന് ഭംഗിയായിട്ട് നടക്കാൻ കഴിയും, അവന് സമൂഹത്തിൻ്റെ മുമ്പിൽ അംഗീകാരം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ, എന്നെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ. ഈ ആന എന്തിനാ കരയുന്നത്? ആന എപ്പോഴും കരയുന്നതൊക്കെ ആളുകൾ പറയാറുണ്ട്. ആനയ്ക്ക് ഈ വേദന താങ്ങാൻ പറ്റാതെയാണ് കരയുന്നത്, ആന വെയിൽ താങ്ങാൻ പറ്റാതെയാണ് കരയുന്നത്, ആനയുടെ കണ്ണിൽ നിന്ന് വെറുതെ വെള്ളം ഒഴുകുന്നതാണെന്നും പറയാറുണ്ട്. ശരിക്കും ആനയുടെ കണ്ണീരിൻ്റെ പിന്നിലത്തെ കാര്യം എന്താ? ഈ സത്യത്തിലെ ഇതിൻ്റെ ചൂടിൻ്റെ ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ ആനകളുടെ കണ്ണിൽ. ചില ആനകളുടെ കണ്ണിന് കേടുണ്ടെങ്കിൽ, അതായത് തിമിരം പോലുള്ള ചില അസുഖങ്ങളുണ്ടാകാം, അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരും വരും, പീള ഇങ്ങനെ ഇതിൻ്റെ കൊമള പോലെ നിൽക്കുന്ന കാണാം. എല്ലാ ആനകൾക്കും ഉണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ചികിത്സിച്ചാൽ മാറുന്നതാണ്. പക്ഷെ ആ രോഗം നമുക്ക് നമ്മുടെ കണ്ണിനും തിമിരം ബാധിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കണ്ണിന് ചില എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കാം. ആനകൾക്കും അതേപോലെ ഉണ്ട്. നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ എല്ലാ അസുഖങ്ങളും ആനയ്ക്കുണ്ട്. മനസ്സിലായി? നമുക്ക് തരുന്ന മരുന്നിനേക്കാൾ കൂടുതൽ ഡോസ് കൂട്ടി ഇതിന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അസുഖങ്ങളും ആനയ്ക്കുണ്ട്. പക്ഷെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഈ ചൂടിൻ്റെ ഒരു വലിയ ഇതിൻ്റെ ഈ പീളകളെ അല്ലെങ്കിൽ കണ്ണിൻ്റെ പോളകളുണ്ടല്ലോ, അതിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ കണ്ണിൽ നിന്ന് ചില ആനകളുടെ കണ്ണിൻ്റെ പീലിയിലെ രോമം, ആ രോമം കണ്ണിൽ കുത്തിക്കൊള്ളുന്ന രോമങ്ങളുണ്ട്. അത് മുറിച്ച് യഥാസമയം കളഞ്ഞില്ലെങ്കിൽ അങ്ങനെയും കണ്ണുനീര് വരാം, പലതരത്തിലും വരാം.
അല്ലാതെ അതൊരു വിഷമം കൊണ്ട് കണ്ണുനീര് വരുന്നതോ അല്ലെങ്കിൽ അതിനൊരു ജോലി ഭാരം കൊണ്ട് കണ്ണുനീര് വരുന്നതോ ഒന്നുമല്ല. ഈ ആനയുടെ കൊമ്പുകൾ ഇടയ്ക്ക് ചീവി മിനുക്കി വൃത്തിയാക്കേണ്ടതുണ്ടോ? ചീകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ ആനകൾ ഈ മണ്ണിലൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുമല്ലോ, ചിലപ്പോൾ ചില കല്ലേ കിടക്കും. അപ്പം കല്ലേലൊക്കെ കിടന്നു കഴിയുമ്പോൾ ഇതിനൊരു ഒരവ്, ആ കല്ലിൻ്റെ പാട് വരും. ഉം. അപ്പം അത് വൃത്തിയാക്കി കൊണ്ട് നടന്ന ആൾക്കാർ കാണുമ്പോൾ അതൊരു ഭംഗിയാ. ഭംഗിയാണ് ആ. എന്നുള്ള ഒരു രീതിയിൽ ആ കൊമ്പ് മണ്ണിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കും. ഉം, ഉം, ഉം. അത് അത് ആനക്കാരൻ്റെ ഒരു ശരി. ആനകളെ കൊമ്പയിലൊക്കെ ആണല്ലോ, കൊമ്പല് ചെവിയിലെ കണ്ണിലൊക്കെയാണ് ആന ഒരു ആന അട്രാക്ഷൻ ഇരിക്കുന്ന. ആൾക്കാർ ആ. നോക്കുക. തുമ്പിക്കൈയിൽ, നടയിലെ ചെരുപ്പടിയുടെ നഖത്തേൽ, ഇതൊക്കെയാണ് ആൾക്കാർ നോക്കുക. ഉം. അല്ലാതെ ഇപ്പം തലയെക്കെട്ട് ഇപ്പം മുഖത്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ പൊട്ടുമൊക്കെ തൊടിയിച്ചു കൊണ്ടുവന്നു തലയെക്കെട്ട് കിട്ടിയാൽ ഈ സാധനം ഒന്നും കാണില്ല. ഉം. പിന്നെ കാണുന്നത് എന്തോ? കൊമ്പ്, ചെവി, കണ്ണ്, വാല്, നട, അമരം, ഇതൊക്കെയാണ് കാണുക. തുമ്പിക്കൈ. അല്ലാതെ എന്താ കാണാൻ പറ്റുക? അതിൻ്റെ ഉടലും കാണും. ഉം, ഉം, പിന്നെ ഉടലേലൊന്നും ആരും അങ്ങനെ ചിലരൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഉം. ആനകൾ ഏത് തരത്തിലുള്ളതാണ്, എങ്ങനെയാണ്, ഇതിനെ ഭംഗിയായിട്ടാണോ കൊണ്ട് നടക്കുന്നത്, അല്ലെ ഇതിനെ തീറ്റ കൊടുത്താണോ കൊണ്ട് നടക്കുന്നത്, തീറ്റ കൊടുക്കാതെ ഇതെന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുക എന്നൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഉം. എന്തായാലും ഒരു ജീവിതകാലത്തെ മുഴുവൻ അനുഭവങ്ങളും ഈ വൈകിയ വേളയിൽ ഇത്രയും രാത്രി ഞങ്ങളോടൊപ്പം പറയാൻ കാണിച്ച വലിയ മനസ്സിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇപ്പോഴും ഗുരുവിനെ സ്മരിക്കുകയും അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആ ഒരു ജോലിയോട്, ആ പ്രൊഫഷനോടുള്ള ഒരു ബഹുമാനം ഉണ്ടല്ലോ, അത് ഇനി വരുന്ന തലമുറ എല്ലാം കണ്ടുപഠിക്കേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കുന്നു. നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും തുടർന്ന് ഒരു 50 വർഷങ്ങൾ കൂടി ജോലി ചെയ്യാൻ പറ്റട്ടെ. ആയുസ്സുകാലം മുഴുവനും ഒരു ആനക്കാരനായി തന്നെ അറിയപ്പെടട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. വളരെ സന്തോഷം. എന്നെ എന്നെ ഈ ഇത്രയും വൈകിയാണെങ്കിൽ പോലും ഞാനിപ്പോൾ കുറച്ചുകൂടെ വൈകിയാലും എനിക്കില്ല. പക്ഷെ ഞാൻ ഇന്നലെ ആ ഗുരുവായൂർ പോയി ഉറക്കമൊക്കെ ഇളച്ച് വന്നുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഇവിടെ ഇരുന്നപ്പോൾ ഉറക്കം വന്നു. നേരത്തെ എന്നെ വിളിച്ചപ്പോൾ എന്നാൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെന്നാൽ ഉറങ്ങാം എന്നും പറഞ്ഞ് ഞാൻ ഇരുന്നതാണ്. പക്ഷെ എന്നാലും ഇവിടെ വന്ന് എന്നെ സമീപിച്ചതിലും ഈ ഇൻ്റർവ്യൂ നടത്തിയതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലെനിക്ക് വളരെ നന്ദിയുള്ളവനാണ്, കടപ്പാടുള്ളവൻ, എന്നും കടപ്പാടുള്ളവനായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ചാനലിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു. വിഷ്ണു അവറുകൾക്ക് അയ്യോ. ഏറ്റവും നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. താങ്ക് യു.